പൾസസുനി ഏതാണ്ടൊരു ഏപ്രിൽ മാസത്തിൽ ദിലീപിന് ജയിലിൽ നിന്ന് കത്തെഴുതുന്നുണ്ട്. അപ്പോൾ ആ കത്ത് കിട്ടിയ ശേഷം അത് ദിലീപിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ്, ഒരു ഒളിച്ചു വെച്ച ഭീഷണി. ദിലീപേട്ടൻ പറഞ്ഞ പൈസ തന്നില്ലെങ്കിൽ എനിക്ക് മറ്റു വഴികൾ ആലോചിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ കത്ത് കിട്ടിയ ശേഷം ദിലീപ് പോലീസിൽ പരാതിപ്പെടാതെ ദിലീപ് പൾസറുമായിട്ട് ബാർഗെയിൻ ചെയ്യായിരുന്നാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ പിന്നീടാണ് പരാതിപ്പെട്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ ആ ദിവസങ്ങളിൽ ദിലീപ് പല വഴിക്ക് DGP ആയ ലോകനാഥ് ബെഹ്റയെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ലോകനാഥ് ബെഹ്റയ്ക്ക് നേരിട്ട് ദിലീപ് തിരുവനന്തപുരത്ത് വെച്ച് ഡിങ്കൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നിടത്ത് ലോകനാഥ് ബെഹ്റ എത്തുകയും അവിടെ വെച്ച് പരാതി കൊടുക്കുകയും ചെയ്തു. അതായത് ജയിലിൽ കിടക്കുന്ന ഒരു പ്രതി എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട്. പിന്നീട് സിനിമാ നിർമ്മാതാവ് രഞ്ജിത്ത് വഴി പരാതി കൊടുക്കുന്നുണ്ട്, ഇമെയിലായിട്ട് പരാതി അയക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ 4 തവണ ദിലീപ് പരാതി അയക്കുന്നുണ്ട്. ഇത് കൂടാതെ ഏതാണ്ട് 4-5 തവണ ദിലീപ് ലോകനാഥ് ബെഹ്റയെ ഫോണിൽ വിളിച്ചതിൻ്റെ കോൾ റെക്കോർഡ്സ് ആ സമയത്ത് ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. ഞാനത് മനോരമയിൽ തന്നെ അത് വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പോലീസിൻ്റെ വേർഷനിൽ ഇങ്ങനെ പൊരുത്തക്കേടുണ്ട് അന്ന് തന്നെ വാർത്ത ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ദിലീപ് ഇപ്പോൾ പറയുന്ന ഗൂഢാലോചന എന്ന് പറയുന്നത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. അതെ, ഗൂഢാലോചന ആരുടെ ഗൂഢാലോചന എന്ന് ദിലീപ് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ പറയുന്നത് അതിനകത്ത് പ്രത്യക്ഷത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന, അന്ന് ഈ അന്വേഷണത്തെ മേൽനോട്ടം വഹിച്ച ADGP റാങ്കിൽ ഉണ്ടായിരുന്ന B സന്ധ്യയുടെ തന്നെയാണ് ഒരു നീക്കങ്ങളാണ് ഇതിൽ ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. അത് ഗൂഢാലോചന എന്ന് പറയണോ, നടപടി ദൂഷ്യം എന്ന് പറയണോ, ക്രമക്കേടെന്ന് പറയണോ, എങ്ങനെ വേണമെങ്കിലും പറയാം അതിനെ. കാരണം അത് പോലീസിൻ്റെ ചരിത്രത്തിലെ വലിയൊരു തട്ടിപ്പ് തന്നെയാണത്.